Hi friends, welcome to my economics class. അതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, എക്കണോമിക്സുമായിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസൊക്കെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷോർട്സുകളായിരുന്നു, ഈ റീൽസ് പോലത്തെ ഷോർട്സുകളായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇനി ഇൻഷാല്ലാ അങ്ങോട്ട് എക്കണോമിക്സിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും വരും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻഷിത. ഞാൻ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എക്കണോമിക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, അതായത് എസ്പെഷ്യലി ഫോർ ഡിഗ്രി സ്റ്റുഡൻസിനാണ് ഞാനിതിൽ കൊടുക്കുന്നത്. ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ എക്കണോമിക്സ് ആണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുക. അതായത് അതിൻ്റെ എക്കണോമിക്സ് മാത്സ്, മറ്റ് മൈനർ 2 സ്റ്റാറ്റി, പിന്നെ MDC സ്റ്റാറ്റി, ഈ 3 സബ്ജക്റ്റുകളാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതായത് ഇംഗ്ലീഷ് പ്ലസ് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനത്തെ വീഡിയോസിലല്ല, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഏത് തരത്തിലുള്ള മെത്തേഡിലൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞു മുമ്പ് തന്നെ എക്കണോമിക്സും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് ഞാൻ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. മൈനർ 2 സ്റ്റാറ്റി ഉണ്ട്, അതേപോലെ MDC സ്റ്റാറ്റി ഉണ്ട്. ഇത് നമ്മുടെ എക്കണോമിക്സ്. അങ്ങനെ 3 സബ്ജക്റ്റ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും. അത് വെറുതെ അവിടെ പറഞ്ഞു പോവുകയല്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്ലസ് മലയാളം, അതായത് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. ആ സംഭവങ്ങൾ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, അപ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാതെ വെറുതെ കാണാതെ പഠിച്ച് പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഏത് ലെവലാണെങ്കിലും നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ പറയുന്നത് എന്താണ്, ഈ എക്കണോമിക്സ് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് മനസ്സിലാക്കുന്നത് ഒരു തരത്തിൽ ലോജിക്ക് ഉണ്ട്. ഒരു രസമുള്ള സബ്ജക്റ്റാണ് എക്കണോമിക്സ് പറയുന്നത്. അതിൻ്റെ ഒരു ലോജിക്കിലൂടെ നമ്മൾ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞത്. പിന്നെ അവൻ പറയുന്നത് എന്താണ്, ഇതിൻ്റെ കഴിയുകയാണെങ്കിൽ PDF നോട്ട്സ്, പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അതായത് എക്കണോമിക്സിൻ്റെയും പിന്നെ സ്റ്റാറ്റി, MDCയിലെ സ്റ്റാറ്റി, മൈനർ 2 സ്റ്റാറ്റി, അങ്ങനെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റും ഇതിൽ ഞാൻ ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ, ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തതാകുമ്പോൾ കുറേ ആകുമല്ലോ, അപ്പോൾ ആകെ ഡിസോർഡർ ആകും. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ ചാനൽ വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഓരോ വീഡിയോസുകൾ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇൻട്രോ ചെയ്യാൻ, അതായത് ഈ മൊഡ്യൂളുകളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂഷൻ ചെയ്യാൻ. എക്കണോമിക്സിൻ്റെ മൊഡ്യൂളുകളൊക്കെ ഒരു 5 മൊഡ്യൂളായിട്ടുണ്ട് എക്കണോമിക്സിൽ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.